വളരെ സമാധാനപരമായി കുറച്ച് പോപ്കോൺ കുറച്ചുകൊണ്ടിരുന്നു ഞാൻ. അപ്പതേ ചേട്ടൻ പെട്ടെന്ന് പറയുന്നു 2 മണിക്കൂർ വരും അതിനുള്ളിൽ സിനിമയ്ക്ക് റെഡിയാവാൻ. അപ്പൊ നിങ്ങൾ വേണേ വിചാരിക്കും ഒരു സിനിമയ്ക്ക് റെഡിയാവാൻ 2 മണിക്കൂറോ? ഒന്ന് ഞാൻ കെട്ടിയൊരുങ്ങി വരുമ്പോഴേക്കും ഒരു 1/4 മണിക്കൂർ എടുക്കും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. ചേട്ടന് നാളെ ജോലിക്ക് കഴിക്കാൻ കൊണ്ടുവരുള്ള സാധനങ്ങളൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ല. ഉത്തരവാദിത്ത ബോധം കുറച്ച് കൂടുതലുള്ള ചേട്ടൻ. ആവശ്യത്തിൽ അധികം റൈസും വേവിച്ച് വെച്ചിട്ടുണ്ട്, ചിക്കനൊക്കെ കട്ട് ചെയ്ത മസാലയും വരട്ടി വെച്ചിട്ടുണ്ട്. തിരക്കിന്റെ എല്ലാ ഇടയിൽ ഇന്ന് കിച്ചൺ വളരെ ബോറായിട്ടാണ് കിടക്കുന്നത്. നമുക്കിവിടെ 2 മണിക്കൂർ കൊണ്ട് ഉച്ചക്കത്തേക്ക് രാത്രിയിലേക്കുള്ള ഫുഡാണ് ഉണ്ടാക്കേണ്ടത്. അതിപ്പോ ചിലപ്പോൾ നമ്മുടെ അമ്മമാരോടൊക്കെ പറഞ്ഞാൽ അവർക്കത് നിസ്സാരമായിരിക്കും. പക്ഷെ നമ്മുടെ കാര്യം അതല്ലല്ലോ. ചേട്ടൻ പാസ്തയും ഞാൻ ഫ്രൈഡ് റൈസും ആണ് ഉണ്ടാക്കുന്നത്. അതും വെറും ഫ്രൈഡ് റൈസ് അല്ല, സ്ട്രീറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റൈസ്. ഏതോ ബോധമില്ലാതിരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞും പോയി. അതിനുവേണ്ടി ചേട്ടൻ ക്യാബേജും ക്യാപ്സിക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഇനിയിപ്പോ ഉണ്ടാക്കാതെ വഴിയില്ലല്ലോ. അതിന്റെ ഇടയ്ക്കൂടെയും കിടന്ന് വഴക്കിടുന്ന രംഗമാണ് കാണുന്നത്. ചേട്ടൻ സാധാരണ പച്ചക്കറി ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ട് ഈ ഫ്രൈഡ് റൈസ് എപ്പോഴേക്കും ഉണ്ടാക്കിയാലും മാക്സിമം വെജീസ് ഞാൻ അതിൽ കുത്തിക്കിടാൻ നോക്കും. പിള്ളേരെക്കാട്ടിലും കഷ്ടമാണ് ഈ മനുഷ്യന്റെ കാര്യം. ചേട്ടൻ പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും എന്റെ കട്ടിങ് അവിടെ നടക്കുന്നേ ഉള്ളൂ. അതെങ്ങനെ ആ പപ്പടം പോളിയും താത്ത് വെച്ചിട്ട് വേണ്ടി കട്ട് ചെയ്യാൻ. പക്ഷേ എന്നാലും ചേട്ടൻ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് എന്നെ കുക്ക് ചെയ്യാറുണ്ട്. അതിന്റെ ഇടയ്ക്കൂടെ നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. വൈറ്റ് സോസ് പാസ്ത എന്നാണ് ഉണ്ടാക്കിയത്. അതിന് ഉപ്പ് കൂടുതലാണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കൊണ്ടുവന്ന ക്യാപ്പിൽ ഞാൻ ആ സവാള എടുത്താൻ കൈ കൊടുത്തു. അതും കട്ട് ചെയ്ത് കരഞ്ഞോണ്ടിരിക്കുള്ള സമയം എനിക്കില്ല. ഇനി ഏകദേശം 1/4 മണിക്കൂർ എന്തേ ഉള്ളൂ. ഉണ്ടാക്കിയിട്ട് വീട്ട് റെഡി ആയിട്ട് വരാൻ. മുട്ടയും ചിക്കൻ ഫ്രൈയും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജീസും ഉപ്പും കുരുമുളകും സോയ സോസും ഇത്രയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എക്സ്ട്രാ ഒന്ന് ചേർത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അങ്ങനെയല്ല ഷടപടേ എന്ന് പറഞ്ഞായിരുന്നു ഉണ്ടാക്കിയത്. ചോറിടുന്നതിന് മുമ്പായിട്ടായിരുന്നു ചിക്കൻ ഇടേണ്ടത്. പക്ഷേ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ച് സമയം എടുത്തു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഓടിപ്പോയിട്ടാണ് റെഡി ചെയ്ത്. റെഡിയായി എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് മാത്രം മാറ്റിന്ന് വേണം പറയാൻ. അപ്പോഴും ഞാൻ ആ പപ്പടം പുളി വിടാതെ പിടിച്ചിട്ടുണ്ട്. കാര്യം നല്ല വിശപ്പുണ്ട്. ഇനി ഫുഡൊക്കെ എടുത്ത് വെച്ച് ഞാൻ കഴിച്ചു വരുമ്പോഴേക്കും സിനിമ അവിടെ ഓടി തീരും. നമുക്ക് മുഖ്യ സിനിമയാണ്. അതുകൊണ്ട് ഇതൊക്കെ കഴിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ പോയതല്ലേ, എന്തായാലും അടുത്ത വീട്ടിൽ കാണിക്കാട്ടോ.